ഇറ്റ്സ് മീ അഗെയിൻ പ്രാന്തം ബ്രോയി. എൻ്റെ കയ്യിലുള്ള ഈ സാധനമാണ് നമ്പർ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ TWS സൂപ്പർ ബഡ് 999 എന്നാണ് പേര്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് TWS എന്ന് പറയേണ്ടി വരും. അടിപൊളിയായിട്ട് ഇതിന്റെ ആ ഒരു പ്രിസിഷൻ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഈ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വാണിംഗ് ഉണ്ട്, 2 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ്, പിന്നെ ഒരു യൂസർ മാനുവൽ, പിന്നെ നമ്മുടെ ബഡ്സും, പിന്നെ ഒരു C ടൈപ്പ് ചാർജിങ് കേബിൾ യെല്ലോ കളറിൽ കാണാൻ കൊള്ളാം, പിന്നെ എക്സ്ട്രാ ബഡ്സിന്റെ ടിപ്സ്. ഓക്കെ, ഇതെത്ര മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹെൽമെറ്റ് ബഡ്സ്. ഇതാണ് ഡുവൽ RGB ലൈറ്റ് വിത്ത് ബ്രീത്തിങ് LED ഒക്കെ വരുന്ന നമ്പറിന്റെ സൂപ്പർ ബഡ്സ് 999 എന്ന് പറയുന്ന മോഡൽ. ഒരു രക്ഷയില്ല, അതിന്റെ ആ 40 dB എൻ്റെ മോനെ ഇത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. കാര്യമായിട്ട് പറഞ്ഞാണ്, ഇതൊരു 16 വാട്ടിന്റെ സ്പീക്കർ ഞാൻ ഫുൾ വോളിയത്തിൽ പ്ലേ ചെയ്തതിന് ശേഷം ഇതിനകത്ത് സോങ് ഞാൻ പ്ലേ ചെയ്തു, എന്നിട്ട് ANC മോഡ് ഓൺ ആക്കി കൊടുത്തു. എനിക്ക് ഒരു 16 വാട്ടിന്റെ സ്പീക്കർ അവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അത്ര അടിപൊളിയാണ് ഇതിന്റെ 40 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. പിന്നെ നിങ്ങൾ ഗെയിം കളിക്കുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്തായാലും വെക്കേഷൻ ടൈമാണ്, എല്ലാവരും ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഗെയിം കളിക്കുന്നവർ ഒരു ബഡ്ജറ്റിൽ ഒരു കിടിലൻ ഗെയിമിംഗ് ബഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തോ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു 35 ms അൾട്രാ ലോ ലാറ്റൻസി ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിംഗ് മോഡ് ഓൺ ആവും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 35 ms അൾട്രാ ലോ ലാറ്റൻസി കിട്ടും. അത് വെച്ച് നല്ല കിടിലമായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ മെയിനായിട്ട് ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. അതേപോലെ ഇതിന്റെ ഈ RGB ലൈറ്റ് കാണാൻ രസമുണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ ആ ഒരു പുതുമ ഉണ്ടായിരിക്കുള്ളൂ, പിന്നെ ലൈറ്റ് ബോറായിട്ട് തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് കാണാൻ. അപ്പോൾ ഇതിന്റെ സ്പെക് ഒക്കെ ഞാൻ ക്വിക്കായിട്ടൊന്നും പറഞ്ഞുതരാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 5.4 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കണക്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഡുവൽ പെയറിംഗ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ക്വാഡ് മൈക്ക് വിത്ത് ENC വരുന്നുണ്ട്. എൻവയൺമെന്റ് നോയിസ് ക്യാൻസലേഷൻ അവൈലബിൾ ആണ്. 12.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ഇതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ബീറ്റ് ഒക്കെ നല്ല ഇങ്ങനെ എടുത്തെടുത്ത് അറിയാൻ പറ്റും, അത്ര അടിപൊളിയാണ്. അപ് ടു ഒരു 35 ms അൾട്രാ ലോ ലാറ്റൻസി തരുന്നുണ്ട്. വേറെ ലെവലാണ്. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേ ടൈം വരുന്നത് 55 ഹവറിന്റെ പ്ലേ ടൈം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ ഒരു 15 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 180 പ്ലേ ടൈമും അവൈലബിൾ ആണ്. പിന്നെ IPX5 ആണ്, സോ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ജിമ്മിലൊക്കെ പോകുന്നവർക്ക്, സൈക്ലിങ്ങിന് പോകുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഭയങ്കര ലോ വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി നേരം ചെവിയിൽ വെച്ചാലും വേദനയൊന്നും ഉണ്ടാവില്ല. പിന്നെ വർക്കൗട്ടിനൊക്കെ പോകുന്നവർക്ക് അടിപൊളിയാണ്. അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഇരുന്നോട് ഇത് ഇളകി തെറിച്ച് പോകത്തൊന്നുമില്ല. ഇതാണ് ഇങ്ങനെ ഇളകി തെറിച്ച് പോകുന്നൊന്നുമില്ല. എനിക്ക് എന്തായാലും ഈ ലൈറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാധനമൊക്കെ ഇങ്ങനെ ഇളക്കി കുറച്ചുകൂടെ ഇങ്ങനെ വെക്കാറുണ്ട്, വേണ്ട സമയമായിട്ടില്ല. എനിവേ ഇതിന്റെ മെയിൻ സ്പെക് എന്ന് പറയുന്നത് 40 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, 35 ms അൾട്രാ ലോ ലാറ്റൻസി ആണ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി സാധനം. എന്താ പറയുക, നമ്മള് ഒരു സ്പീക്കർ എടുത്ത് വെച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വെള്ളം വെക്കുകയാണെങ്കിൽ, TV വെള്ളം വെക്കുകയാണെങ്കിലും, നിങ്ങളിപ്പോൾ പുറത്ത് ഒരു ക്രൗഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും ഒന്നും നിങ്ങൾക്ക് അത് നിങ്ങളെ ബോധർ ചെയ്യയില്ല. അത്ര അടിപൊളിയാണ് ഇതിന്റെ 40 dB. അത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നത് ഞാൻ ബ്രേക്ക് എടുക്കുന്നതല്ല കേട്ടോ. ഒന്നാമത് ഒടുക്കത്തെ ചൂടാണ്, ഒരു 2 മിനിറ്റ് ഇരുന്നാൽ തന്നെ വേർത്ത് കുളിക്കും, ആണ് കണ്ടില്ലേ, അത്ര അവസ്ഥയാണ്. അതിന്റെ കൂടെ എൻ്റെ ഫോണിന്റെ ഹീറ്റ്, എൻ്റെ പൊന്നോ, ഹീറ്റായിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോകും ക്യാമറ മൊത്തം. 1 മിനിറ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ 5 മിനിറ്റ് വെറുതെ ഇരിക്കേണ്ടി വരും ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് അവസ്ഥയാണ്. എനിവേ ഈ ഒരു സാധനം ഗെയിമിങ്ങിന് അടിപൊളിയാണ്, അതാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. സോ നിങ്ങൾ ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് ഈ സാധനം ഞാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരിക, അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമന്റിലോ തന്നെ തെറി വിളിച്ചോ, അത്രയ്ക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതുവരെ എനിക്ക് വേറൊരു ബഡ്സിന് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഇതാണെന്ന് വെച്ചാൽ ഒരു ലാഗ് ഇഷ്യൂ തോന്നാത്ത ഒരു ബഡ്സ് ഈ ഒരു സാധനം മാത്രമാണ്. അപ്പോൾ ഇത് മേടിക്കേണ്ടവർക്ക് ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്പറിന്റെ വെബ്സൈറ്റിൽ കയറി മേടിക്കാൻ പറ്റും. ലോഞ്ച് പ്രൈസ് പറഞ്ഞാൽ 1299 rupees ആണ്. അത് കഴിയുമ്പോൾ കൂടിയിട്ട് 1599 ആയിട്ട് മാറും. എനിവേ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ മേടിച്ചോ, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. സൗണ്ട് കൊണ്ടും ANC കൊണ്ടും അൾട്രാ ലോ ലാറ്റൻസി കൊണ്ടും ഈ സാധനം വേറെ ലെവലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പൊ തന്നെ വേറത്തെ ഒരു പരിപാടിയുണ്ട്. എൻ്റെ ഫോൺ ഇനിയും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ചൂടെടുത്ത് ചാവും. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.